ഇവിടെ നമ്മുടെ നാട്ടിലെ തൊഴിലാളികളൊക്കെ അത്യാവശ്യം ബൈക്കുണ്ട്. 2-3 ആള് ചേർന്ന് 2000, 3000, 5000 കൂട്ടി ഒരു 10,000-15,000 സ്വരൂപിച്ച് ഫൈനാൻസ് എടുത്തൊരു ബൈക്ക് എടുത്ത് 3 പേരാണ് രാവിലെ ജോലിക്ക് പോവുക. വേറെ മാർഗമല്ല, ഉൾപ്രദേശങ്ങളിൽ നിന്ന് വരുന്നതാണ്. രാവിലെ ബസ് കാത്തുനിന്ന് തൊഴിൽ തുടങ്ങേണ്ട 8 മണിക്ക് ടൗണിലെത്താൻ കഴിയില്ല. ഈ രാവിലെ ഈ 3 പേരും വരുമ്പോൾ വഴിയിൽ പിടിച്ചു നിർത്തുന്നു. 1000, 2000, 3000 ഫൈന്. എങ്ങനെ താങ്ങും ഈ ജനത? എന്നാൽ അത് ചോദിക്കാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? ചോദിക്കാൻ ചെല്ലുന്ന സഖാക്കളുടെ പൊതുപ്രവർത്തകരെ അപമാനിച്ചിറക്കി വിടുന്നു കേരളത്തിലെ പോലീസ്. ഇതാണ് എൻ്റെ പരാതി. ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഈ സ്വർണം മോഷ്ടിക്കലും പൊട്ടിക്കലും ഉരുക്കലും വിൽക്കലുമൊക്കെ ശ്രദ്ധയിലേക്ക് വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചതാ. ഈ വിഷയം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു IPS ഉദ്യോഗസ്ഥൻ എൻ്റെ കാല് പിടിച്ച് തിരുമുന്നത് നിങ്ങൾ കണ്ടതാണ്. 25 വർഷം നിങ്ങളുടെ അടിമയായി ഞാൻ ജീവിക്കാം, ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തി തന്നാൽ മതി. എന്താ കേസ്? ഒരു 10,000 റുപ്യൻ്റെ മരം കെട്ടത് ക്യാമ്പ് ഓഫീസിൽ നിന്ന്. ഞാൻ കൂടെ നിന്നോ? അത് കഴിഞ്ഞ് ഈ അന്വേഷണവുമായി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തു. ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന ശശിധരനെ സ്ഥലം മാറ്റി. 8ഓളം DYSPമാർക്ക് ട്രാൻസ്ഫർ ഓർഡർ വന്നു. ഇവിടെ നിൽക്കുന്ന പത്രപ്രവർത്തകരെല്ലാം റിപ്പോർട്ട് ചെയ്തു. എന്താണ് റിപ്പോർട്ട്? ആഭ്യന്തര വകുപ്പിൽ PV അൻവറിന്റെ സ്വാധീനം, അല്ലേ? എനിക്കതിലങ്ങാണ്ട് ആറാടിപ്പോയാൽ പോരായിരുന്നു. പക്ഷെ എൻ്റെ തലയിൽ ഒരു സാധനം ഇങ്ങനെ വർക്ക് ചെയ്യാണ്. എന്തോ ഒരു കള്ളത്തരം എവിടെയോ നടക്കുന്നു. ഈ ആളുകളെ മുഴുവൻ മാറ്റിയിട്ടും എൻ്റെ മനസ്സിലേക്ക് ഒരു സന്തോഷവും കടന്നു വന്നില്ല. പിന്നെ ഞാൻ നോക്കുന്നത് കേസിൻ്റെ അന്വേഷണം എങ്ങനെ പോകുന്നു എന്നാണ്. ആ നോട്ടത്തിൽ ഞാൻ കണ്ടെത്തുന്നു സത്യസന്ധമായിട്ടൊരു അന്വേഷണവും ഞാൻ രേഖാമൂലം നൽകിയിട്ടുള്ള പരാതികളിൽ നടക്കുന്നില്ല എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. വളഞ്ഞ വഴിയിലാണ് അന്വേഷണം നടക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ എന്നതായി പിന്നീടുള്ള ചോദ്യം. അപ്പോ എന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ, സന്തോഷിപ്പിക്കാൻ ചെയ്തൊരിടപാടായി ഞാനിത് കാണുകയാണ്. സുജിത് ദാസിന്റെ സസ്പെൻഷനും SP-യുടെ മാറ്റവും മറ്റുദ്യോഗസ്ഥരുടെ മാറ്റവും പുതിയ SP-യെ വെക്കണമെന്നുള്ള തിരുവനന്തപുരത്ത് നിന്ന് എനിക്കുള്ള വിളിയും. ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് പേരൊന്നുമില്ല, ആരെ വെച്ചാലും എനിക്ക് കുഴപ്പമില്ല. എന്തോ അങ്ങനെ തോന്നിപ്പോയി. ഒരു 4 SP-മാരെ പേര് എനിക്ക് കൊടുക്കാൻ എനിക്ക് അറിവില്ലാത്തതുകൊണ്ടോ ബന്ധമില്ലാത്തതുകൊണ്ടല്ല, അങ്ങനെ തോന്നി. ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, നിങ്ങൾ നോക്കി ചെയ്യും, നല്ലതാരാ നോക്കി ചെയ്യുന്നു. അപ്പൊ ഞാൻ ഈ ലഹരിയിൽ അങ്ങ് പോകുമ്പോൾ ഈ അന്വേഷണമൊക്കെ ഒന്നിങ്ങനെ തണുപ്പിച്ച്, പിന്നീട് ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ വരികയാണ്, MLA ഇത്രയൊക്കെ ആയില്ലേ, നമുക്ക് ബാക്കി പിന്നെ നോക്കാം എന്ന് പറഞ്ഞ് എന്നെ സമാധാനിപ്പിക്കാമെന്ന് കരുതിയവർ അവരുടെ കണക്കൂട്ടലുകൾ തെറ്റുകയാണ്. കാരണം കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ പറ്റിക്കപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലാകുകയാണ്.